എൻ്റെ അമ്മായിയമ്മ കിടന്ന കിടപ്പി തീരുകയായിരുന്നു. മരിക്കുന്നതിൻ്റെ അന്നും അതിൻ്റെ തലേ ദിവസവും നിങ്ങളും എൻ്റെ അമ്മായിയമ്മയും കൂടെ നല്ല വഴക്കുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അതൊക്കെ എന്തിനാണ് ഇപ്പൊ പറയുന്നത്? അന്ന് എൻ്റെ അമ്മായിയമ്മയ്ക്ക് നിങ്ങൾ സ്നേഹത്തോടൊരു ജ്യൂസ് കൊടുത്തില്ലായിരുന്നോ? ആ ജ്യൂസിലെ വിഷമുണ്ടായിരുന്നു. നീ എന്തൊക്കെയാണായി പറയുന്നത്? എൻ്റെ അമ്മായിയമ്മയെ നിങ്ങൾ വിഷം കൊടുത്ത് കൊന്നതാ മോഹിനിയുടെ അമ്മേ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? വിശ്വം തന്നെ. അവര് രണ്ടാളും ഒന്നിച്ചാ നടക്കുന്നേ. അവിടെ നിൽക്കും. എൻ്റെ അമ്മായിയമ്മയും വിശ്വനും. എന്റെ ഭഗവാന്, നടന്നതൊക്കെ അതേപടി ഇവൻ പറയുവാണല്ലോ. ഡാ, അറിയാത്തയും കേൾക്കാത്തയും കാര്യങ്ങൾ വെറുതെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കരുത്. തലയ്ക്ക് വെളിവില്ലെന്ന് കരുതി ഓരോന്നും ഊഹിച്ച് പറയരുത്. ഊഹിക്കുന്നതല്ല, വിശ്വം വന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെപ്പറ്റി അവൻ പറയുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ, എനിക്കെന്റെ ശരീരം തന്നെ കത്തിച്ചു കളയാൻ തോന്നുക.